നമസ്കാരം. എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ബന്ധങ്ങൾ, അല്ലേ? ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ ബന്ധങ്ങളെ സ്നേഹത്തിന്റെ ശക്തി ഉപയോഗിച്ച് എങ്ങനെ കൂടുതൽ മെച്ചപ്പെടുത്താമെന്നാണ്. അപ്പോൾ നമ്മൾ ഇന്ന് 5 പ്രധാന കാര്യങ്ങളിലൂടെയാണ് കടന്നുപോകുന്നത്. എന്താണ് ഈ റിലേഷണൽ ബൂമറാങ്? പിന്നെ നമ്മുടെ ഫോക്കസ് എന്തുകൊണ്ട് എപ്പോഴും നമ്മളിൽ തന്നെയായിരിക്കണം? സ്നേഹത്തിന്റെ ഏറ്റവും വലിയ രൂപം സ്വാതന്ത്ര്യമാണെന്ന് പറയുന്നത് എന്തുകൊണ്ട്? അതോടൊപ്പം നെഗറ്റിവിറ്റിയുടെ ഒരു ഒട്ടിപ്പിടിക്കൽ സ്വഭാവത്തെക്കുറിച്ചും അവസാനം സ്നേഹം എങ്ങനെ നമുക്കൊരു ഷീൽഡ് അഥവാ പരിചയായി മാറുമെന്നും നോക്കാം. നമുക്ക് ഈ ഒരു ചോദ്യത്തിൽ നിന്ന് തുടങ്ങാം. എന്താണ് നമ്മുടെ ബന്ധങ്ങളെ ശരിക്കും നിയന്ത്രിക്കുന്ന ആ ഒരു അദൃശ്യമായ ശക്തി? ചില ബന്ധങ്ങൾ വളരെ ശക്തമാവുകയും മറ്റു ചിലത് തകർന്നു പോവുകയും ചെയ്യുന്നതിന് പിന്നിൽ എന്തായിരിക്കും? ഇതിന്റെ ഉത്തരം ഒന്നേയുള്ളൂ. അത് സ്നേഹത്തിന്റെ ആകർഷണശക്തിയാണ്. വളരെ ലളിതമായൊരു തത്വമാണിത്. അതായത്, നിങ്ങൾ എന്ത് ഫീൽ ചെയ്യുന്നുവോ, എന്ത് പുറത്തേക്ക് കൊടുക്കുന്നുവോ, അതുപോലുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് തിരികെ വരും. നിങ്ങൾ ഒരാളോട് സന്തോഷത്തോടെ സംസാരിച്ചാൽ അതേപോലൊരു എനർജി തിരിച്ചു കിട്ടാനുള്ള സാധ്യത കൂടുതലാണ്. ചുരുക്കി പറഞ്ഞാൽ, നിങ്ങളുടെ ഉള്ളിലെ ലോകമാണ് നിങ്ങളുടെ പുറത്തുള്ള ലോകത്തെ സൃഷ്ടിക്കുന്നത്. അതാണ് നമ്മളെ ആദ്യത്തെ ആശയത്തിലേക്ക് എത്തിക്കുന്നത്: ബന്ധങ്ങളിലെ ബൂമറാങ്. നമ്മൾ എറിഞ്ഞുകൊടുക്കുന്ന ബൂമറാങ് എങ്ങനെ കറങ്ങിത്തിരിഞ്ഞ് നമ്മുടെ കയ്യിൽ തന്നെ തിരിച്ചെത്തുന്നുവോ അതുപോലെയാണ് നമ്മുടെ വികാരങ്ങളും. അത് സ്നേഹമായാലും ശരി, ദേഷ്യമായാലും ശരി, കൊടുത്താൽ തിരികെ കിട്ടും. ഈ ഒരു വാചകം എപ്പോഴും മനസ്സിൽ വെക്കുന്നത് നല്ലതാണ്. നിങ്ങൾ മറ്റുള്ളവർക്ക് നൽകുന്നത് നിങ്ങൾ നിങ്ങൾക്ക് തന്നെയാണ് നൽകുന്നത്. കാരണം നിങ്ങൾ ഒരാൾക്ക് സ്നേഹം കൊടുക്കുമ്പോൾ ആ സ്നേഹമെന്ന വികാരം ആദ്യം അനുഭവിക്കുന്നത് ആരാണ്? നിങ്ങൾ തന്നെയാണ്. നിങ്ങളുടെ ഉള്ളിൽ നിന്നാണ് ആ സിഗ്നൽ പ്രപഞ്ചത്തിലേക്ക് പോകുന്നത്. ഈ പ്രോസസ്സ് എങ്ങനെയാണ് നടക്കുന്നതെന്ന് നോക്കാം. വളരെ സിമ്പിളാണ്. സ്റ്റെപ്പ് 1, നിങ്ങളൊരു വികാരം പുറത്തേക്ക് കൊടുക്കുന്നു. സ്റ്റെപ്പ് 2, ആകർഷണ നിയമം ഒരു കണ്ണാടി പോലെ അതിനെ പ്രതിഫലിപ്പിക്കുന്നു. സ്റ്റെപ്പ് 3, ആ വികാരം പലപ്പോഴും കൂടുതൽ ശക്തിയോടെ നിങ്ങളിലേക്ക് തന്നെ തിരിച്ചെത്തുന്നു. ഇനി പറയാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പലപ്പോഴും നമ്മൾ വിചാരിക്കും നമ്മുടെ ബന്ധങ്ങൾ നന്നാവാൻ മറ്റുള്ളവർ മാറണമെന്ന്. എന്നാൽ സത്യം അതല്ല. മാറ്റം വരേണ്ടത് നമ്മുടെ ഉള്ളിലാണ്. നമ്മൾ അയക്കുന്ന സിഗ്നലിലാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഈ വ്യത്യാസം നോക്കൂ. സാധാരണ നമ്മൾ എന്തു ചെയ്യും? പ്രശ്നങ്ങൾ വരുമ്പോൾ മറ്റേയാളെ മാറ്റാൻ ശ്രമിക്കും. അല്ലെങ്കിൽ അയാൾ കാരണം എനിക്ക് ഇങ്ങനെ തോന്നി എന്ന് പറഞ്ഞ് അവരെ കുറ്റപ്പെടുത്തും. എന്നാൽ ശക്തിയുടെ വഴി അതല്ല. അത് പറയുന്നത് നിങ്ങളുടെ വികാരങ്ങളിൽ ശ്രദ്ധിക്കൂ, നിങ്ങൾ പുറത്തേക്ക് കൊടുക്കുന്ന സിഗ്നൽ നിയന്ത്രിക്കൂ എന്നാണ്. കാരണം അത് മാത്രമാണ് ശരിക്കും നിങ്ങളുടെ കയ്യിലുള്ള ഒരേ ഒരു കാര്യം. അപ്പോൾ എന്താണ് സ്നേഹത്തിന്റെ ഏറ്റവും ഉയർന്ന രൂപം? അത് ഒരാളെ പിടിച്ചുവെക്കുന്നതിലോ നിയന്ത്രിക്കുന്നതിലോ അല്ല, മറിച്ച് അവർക്ക് പൂർണ്ണമായ സ്വാതന്ത്ര്യം നൽകുന്നതിലാണ്. ഒറ്റവാക്കിൽ പറഞ്ഞാൽ സ്നേഹമെന്നാൽ സ്വാതന്ത്ര്യമാണ്. ഇത് കേൾക്കുമ്പോൾ ചിലപ്പോ വിചിത്രമായി തോന്നാം. പക്ഷേ ഒന്നാലോചിച്ചു നോക്കൂ. ഒരു കിളിയെ കൂട്ടിലിട്ട് സ്നേഹിക്കുന്നതാണോ അതോ അതിനെ ആകാശത്ത് പറക്കാൻ അനുവദിക്കുന്നതാണോ യഥാർത്ഥ സ്നേഹം? ആ സ്വാതന്ത്ര്യം കൊടുക്കുമ്പോഴാണ് സ്നേഹം അതിന്റെ പൂർണ്ണതയിലെത്തുന്നത്. അതെ, യഥാർത്ഥ സ്നേഹം ഒരിക്കലും ഒരാളെ സ്വന്തമാക്കാനോ അവരെന്ത് ചെയ്യണം ചെയ്യണ്ട എന്ന് നിയന്ത്രിക്കാനോ ശ്രമിക്കില്ല. അത് അവർക്ക് അവരായി തന്നെ ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം കൊടുക്കും. വിചിത്രമായി തോന്നാം, പക്ഷേ ഇങ്ങനെ സ്വാതന്ത്ര്യം കൊടുക്കുമ്പോഴാണ് ബന്ധങ്ങൾ കൂടുതൽ ദൃഢമാകുന്നത്. അപ്പോൾ ബന്ധങ്ങളിലെ ഏറ്റവും വലിയ രഹസ്യമെന്താണ്? മറ്റയാളെ മാറ്റാൻ ശ്രമിക്കാതെ നിങ്ങളുടെ ഉള്ളിലെ സ്നേഹത്തിലും നന്ദിയിലുമൊക്കെ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. നിങ്ങൾ അങ്ങനെ സ്നേഹത്തിന്റെ ഒരു ഫ്രീക്വൻസിയിലേക്ക് മാറുമ്പോൾ അത്തരം ആളുകളും സാഹചര്യങ്ങളും നിങ്ങളിലേക്ക് ആകർഷിക്കപ്പെട്ടോളും. അതാണ് രഹസ്യം. പക്ഷേ എപ്പോഴും പോസിറ്റീവായിരിക്കുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല, അല്ലേ? ചിലപ്പോ മറ്റുള്ളവരിൽ നിന്ന് നെഗറ്റീവ് വൈബ്സ് വരും. അപ്പോഴെന്ത് ചെയ്യും? ആ നെഗറ്റീവ് എനർജിയെ എങ്ങനെ കൈകാര്യം ചെയ്യാമെന്ന് നോക്കാം. നെഗറ്റിവിറ്റിയുടെ ഒരു പ്രധാന സ്വഭാവം അതൊരു പശ പോലെ ഒട്ടിപ്പിടിക്കും എന്നതാണ്. അതായത്, നമ്മളൊരു ചെറിയ നെഗറ്റീവ് കാര്യത്തിൽ ശ്രദ്ധ കൊടുത്താൽ അതുപോലത്തെ കൂടുതൽ കാര്യങ്ങൾ നമ്മളിലേക്ക് ആകർഷിക്കപ്പെടും. അതങ്ങനെ ഒട്ടിപ്പിടിച്ച് വലുതായിക്കൊണ്ടിരിക്കും. ഇതിന് ഏറ്റവും നല്ലൊരുദാഹരണമാണ് പരദൂഷണം പറയുന്നത്. നമ്മൾ ഒരാളെക്കുറിച്ച് മോശമായി സംസാരിക്കുമ്പോൾ നമ്മൾ ഒരു നെഗറ്റീവ് ഫ്രീക്വൻസി ഉണ്ടാക്കുകയാണ്. ആ ഫ്രീക്വൻസി നമ്മളിൽ തന്നെ ഒട്ടിപ്പിടിക്കും. പിന്നെ അതുപോലുള്ള കൂടുതൽ നെഗറ്റീവ് അനുഭവങ്ങൾ നമ്മളെ തേടി വരും. അപ്പോൾ ഇതിനൊരു പരിഹാരമില്ലേ? തീർച്ചയായും ഉണ്ട്. മറ്റൊരാളുടെ നെഗറ്റിവിറ്റിയിൽ നിന്ന് നമ്മളെ തന്നെ സംരക്ഷിക്കാനുള്ള ഏറ്റവും നല്ല വഴി നമ്മുടെ പ്രതികരണം തിരഞ്ഞെടുക്കുക എന്നതാണ്.
അതാണ് നമ്മുടെ കയ്യിലുള്ള ശക്തി. നോക്കൂ, നമ്മുടെ മുന്നിൽ 2 വഴികളുണ്ട്. ഒരാൾ നമ്മളോട് ദേഷ്യപ്പെടുമ്പോൾ നമ്മളും തിരിച്ചു ദേഷ്യപ്പെട്ടാൽ ആ നെഗറ്റിവിറ്റി നമ്മളിൽ ഒട്ടിപ്പിടിക്കും. അതേസമയം നമ്മൾ സ്നേഹത്തോടെയോ അല്ലെങ്കിൽ ശാന്തമായിട്ട് പ്രതികരിക്കാൻ തീരുമാനിച്ചാൽ ആ നെഗറ്റീവ് എനർജിക്ക് നമ്മളെ ഒന്നും ചെയ്യാൻ കഴിയില്ല, അത് തട്ടിത്തെറിച്ചു പോകും. എപ്പോഴും ഓർക്കുക, സ്നേഹം ഒരു പരിച പോലെയാണ്, ഒരു പ്രൊട്ടക്റ്റീവ് ഷീൽഡ്. നിങ്ങളെപ്പോഴും സ്നേഹത്തിന്റെ ഉയർന്ന ഫ്രീക്വൻസിയിൽ നിൽക്കുകയാണെങ്കിൽ പുറത്തുനിന്നുള്ള നെഗറ്റിവിറ്റിക്ക് നിങ്ങളെ എളുപ്പത്തിൽ തുളച്ചു കയറാൻ കഴിയില്ല. അവസാനം, നമ്മൾ സംസാരിച്ച എല്ലാ കാര്യങ്ങളെയും ഒരുമിപ്പിക്കുന്ന ഒരൊറ്റ ആശയം ഇതാണ്: ഈ പ്രപഞ്ചത്തിലെ എല്ലാത്തിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ആത്യന്തികമായ ശക്തി സ്നേഹമാണ്. അപ്പോ ചുരുക്കി പറഞ്ഞാൽ, നിങ്ങളുടെ ബന്ധങ്ങളെ മനോഹരമാക്കാനുള്ള ശക്തി മറ്റാരുടെയുമല്ല, അത് പൂർണ്ണമായും നിങ്ങളുടെ കയ്യിലാണ്. ഈ ശക്തി ഉപയോഗിച്ച് നിങ്ങൾ എങ്ങനെയുള്ള ബന്ധങ്ങളാണ് ഇനി മുതൽ സൃഷ്ടിക്കാൻ പോകുന്നത്? ഒന്നാലോചിച്ചു നോക്കൂ.